നമ്മൾ കില്ലുന്നൊരു പടം കണ്ടടേ, സൂപ്പർ പടം, നല്ല വെടിച്ചില്ല അടിപ്പടം. അപ്പോൾ ഇതിൽ നിഖിൽ നാഗേഷ് ഭട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ലക്ഷ്യ എന്ന് പറഞ്ഞ ആക്ടറാണ്. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, നൈസാണ്. ആളുടെ ഫിസിക്കും സ്റ്റണ്ട് സീക്വൻസ് വളരെയധികം ഈസിയായി കൈകാര്യം ചെയ്യുന്ന പുള്ളി. ഫുൾ അടിപ്പട്ടം, ഫുൾ വയലൻസ് ആണ്, ഫുള്ള് ഇങ്ങനെ രക്തക്കറ മൊത്തം പരന്നു കിടക്കുന്ന ഒരു ഗംഭീര സിനിമയാണ്. തിയേറ്റർ വാച്ച് മസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് കില്ല്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ പടം റിലീസ് ചെയ്തെങ്കിലും ഇവിടെ സ്ക്രീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആഴ്ച സ്ക്രീന് വന്നു, പോയി കണ്ടു. കാണാതിരുന്നാണെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. ഒരു രക്ഷയില്ലടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നമ്മളെ നായകൻ ഒരു NSG കമാൻഡറാണ്. അപ്പോൾ പുള്ളീൻ്റെ ലവർ ഒരു ഡൽഹി യാത്രയിൽ ട്രെയിനിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയും നമ്മുടെ സുഹൃത്തും കൂടെ രണ്ടുപേരും NSGയിലെ ആൾക്കാരാണ്. ആ ട്രെയിനിൽ കയറുകയാണ്. അപ്പോഴാണ് ഈ ട്രെയിനിലൊരു റോബറി ഗ്യാങ്, ഒരു 10-40 പേര് അടങ്ങുന്ന, കൈ വെച്ച് കഴിഞ്ഞ് എടുക്കാൻ തോന്നാത്ത പോലത്തെ 40 പേരാണ്. അവർ കയറുന്നു. ഇവർ ഫാമിലി ആയിട്ടുള്ള സ്ത്രീകളെ ആരും ഉപദ്രവിച്ച് ഈ സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നായകനും സുഹൃത്തും ഉണ്ട്. അവരെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ചവരെന്താണ് പ്രതികരിക്കുന്നത്? പിന്നീട് നടക്കുന്ന പൊരിഞ്ഞടി, അടി കഴിഞ്ഞ് ഇന്റർവെല്ലിന് ശേഷം പിന്നെ വെറും കൊലയോട് കൊല. അതാണ് കില്ല്. ഇവിടെ ഭയങ്കര ഒരു അത്യാവശ്യം നല്ല വയലന്റ് ആയിട്ടുള്ള മൂവിയാണ്. ഫാമിലി ഓഡിയൻസിനൊന്നും ഞാൻ ഈ മൂവി സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ സിനിമ ഒരു രക്ഷയില്ലടോ. ആ വയലൻസ് അത്യാവശ്യമാണ്. കാരണം വില്ലന്മാർക്ക് അടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വില്ലന്മാരെ കൊല്ലുമ്പോൾ നമുക്ക് പ്രേക്ഷകന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മുടെ മനസ്സിനൊക്കെ ഷീലാമ പറയുന്ന പോലെ അടിയടാവനെ എന്ന് പറയുന്ന നമുക്ക് നമ്മൾ പോലും എണീറ്റ് നിന്നും അങ്ങനെ പറഞ്ഞു പോകും. കാരണം അങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറി ലൈനും അതിനൊക്കെ നല്ല കിടുക്ക അടിയും വെട്ടും കൊലയുമാണ് പടം. ഫുള്ളൊരു ട്രെയിനിൽ മാത്രം നടന്ന് ഒരു അനാവശ്യ സീന് പോലും വെക്കാതെ കുറേ അധികം ഗംഭീര ഷോട്ടുകളുണ്ട് സിനിമയിൽ. ഒരു അനാവശ്യ സീൻ എന്ന് പറയാൻ ഒറ്റ സീൻ പോലും ഇല്ല. ഈ സാധാരണ ഹിന്ദി സിനിമയിൽ കാണാൻ പോലെ നായകൻ്റെ ഒരു കുറച്ച് റൊമാൻസ് ട്രാക്ക് വേറെ വേണമെങ്കിൽ വെക്കാമായിരുന്നു. അത് വെച്ചിട്ടില്ല, നല്ല കാര്യം. പിന്നെ എല്ലാം കഴിഞ്ഞ് നായകൻ്റെ പഞ്ച് ഡയലോഗൊന്നുമില്ല. പുള്ളി വരുന്നു, അടിച്ചൊതുക്കാൻ നോക്കുന്നു, അവന്മാർ അടങ്ങണില്ല, പിന്നെ വെട്ടി പൊളന്ന് കളയുന്നുണ്ട്. അവസാനം കൊന്നും കണ്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. പടം കഴിഞ്ഞു. ഒരു കാര്യമില്ല. കറക്റ്റ് എന്താണോ കഥ അതിലോട്ട് പോവുക. നമ്മളെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ ഈ താത്ത വറേ എന്ന് പറഞ്ഞ ഇന്ത്യൻ ടൂന് പോണതിനേക്കാളും കില്ല് പോയി കാണുക. ഗംഭീര പടമാണ്. എന്താ പറയുക, നമ്മുടെ ഡയറക്ടർ നിഖിൽ നാഗേഷ് ഭട്ട്, പുള്ളിയുടെ വേറെ പടങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. പുള്ളിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പുതിയൊരു ഹീറോ ആയതുകൊണ്ട് മുമ്പ് സിനിമയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പക്ഷെ അത് നന്നായി. ഒരു എസ്റ്റാബ്ലിഷ്ഡ് അത്യാവശ്യം വേറെ വല്ല നടന്മാരാണെങ്കിൽ ഇതിൽ കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റി അലമ്പാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായി പുള്ളി ഒരു NSG ആണല്ലോ, പിന്നെ ഒരു ദേശഭക്തിയായി. ഇതിൽ അതൊന്നുമില്ല. പുള്ളി കയറുന്നു, അത്യാവശ്യം ഉപദ്രവിക്കുമ്പോൾ നമുക്കറിയാം അവർ എതിർക്കും. പക്ഷെ ആദ്യമൊക്കെ ഒന്ന് അടിച്ചു വിടുന്ന ഒരാളിനെ കാമുകി മരണപ്പെടും സ്വന്തം കൺമുമ്പി വെച്ചിട്ട് ഒരുത്തനും ഭയങ്കര കേട്ടോ. വില്ലനുണ്ട് ഒരുത്തൻ. എൻ്റെ മറ്റേ മേഘത്തുനിന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ല. അമ്മാരി ക്യാരക്ടറൈസേഷനാണ് അത്. ആ പുള്ളി അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൊല്ലുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ. പക്ഷെ എന്നാലും പോരായിരുന്നു, അവനെങ്ങനെ കൊന്നാൽ പോരാ എന്ന് ലാസ്റ്റ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പടമാണ്. സോ കില്ല് നിങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. പോയി കാണുക. ഒരു ഗംഭീര സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല വയലൻസ് ഉണ്ട്. രക്തമൊക്കെ അങ്ങനെ മറ്റേ വെള്ളച്ചാട്ടത്തിൽ ഒഴുകണ പോലെയൊക്കെ ഒഴുകണൊക്കെ കാണാം. ഭയങ്കര ഒരു ഇതുണ്ട്. അത് ആ സിനിമയ്ക്ക് അത്യാവശ്യമാണ്. സോ പോയി കാണുക. നല്ല കിടിലൻ പടമാണ്.